അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെക്കാലത്തെ ഒരു ഇടവേള, റമദാനിൽ തുടങ്ങിയ അശാന്തിയുടെ ദിനങ്ങൾ, സമയങ്ങൾ, അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒത്തുചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകിയിരിക്കുകയാണ്. റബ്ബിനെ സ്തുതിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമ്മുടെ കലുഷിതമായ ഒരു സാഹചര്യമൊക്കെ മെല്ലെ മാറി സ്കൂളുകളൊക്കെ തുറന്നു വരുന്നു, എയർപോർട്ടുകൾ തുറക്കുന്നു. അങ്ങനെ തുടങ്ങി അൽഹംദുലില്ലാഹ്, റബ്ബ് ഫഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞതുപോലെ ഒരു ഞെരുക്കത്തിന് ശേഷം, ഒരു പ്രയാസത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഒരു എളുപ്പം നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും കൂടുതൽ വിധേയപ്പെടാനും ഈ പരീക്ഷണങ്ങൾ ഒരവസരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു കളിയായി അല്ലെങ്കിൽ തമാശയായി നമ്മൾ കാണേണ്ടതല്ല. മറിച്ച് നമ്മുടെ ജീവിതം അത് അർത്ഥവത്താകണം, അത് പ്രതിഫലാർഹമാകണം. നാളെ നമ്മുടെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന നന്മകളായി നമ്മുടെ ഇവിടെയുള്ള ഓരോ നിമിഷങ്ങളും മാറുകയും വേണം. സാധാരണഗതിയിൽ ഒരു സ്വിച്ച് ഇട്ടാൽ ഇവിടെ ലൈറ്റ് കത്തുന്നത് പോലെ, ഫാൻ കറങ്ങുന്നത് പോലെ, AC വർക്ക് ചെയ്യുന്നത് പോലെ ഒരു യാന്ത്രികമായ ജീവിതമായി ഒരിക്കലും നമ്മുടെ ജീവിതം മാറരുത്. ഒരു യാന്ത്രികമായ പ്രവർത്തനമായി നമ്മുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും മാറാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അബസ, വെറുതെയാണ് എന്ന്. ഈ ജീവിതത്തിന്, ഈ ജന്മത്തിന് ഒരു ലക്ഷ്യവുമില്ല, അത് വെറും വെറുതെയാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്: വഅൻതും വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരികയില്ല എന്നുമാണോ നിങ്ങൾ കരുതുന്നത് എന്ന അല്ലാഹുവിൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. അഥവാ നമ്മുടെ സമയങ്ങളും നമ്മുടെ ദിവസങ്ങളും അത് വെറുതെ അങ്ങനെ പോകേണ്ടതല്ല. ബോധപൂർവം അറിഞ്ഞ് ഏറ്റവും നന്മ നിറഞ്ഞ മാർഗത്തിലൂടെ അതങ്ങനെ കടന്നു പോകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏത് സമയമാണ് നമ്മുടെ അവസാന ബെല്ല് മുഴങ്ങുക എന്ന് നമുക്കറിയില്ല. ഒരു സ്കൂളിൽ അവസാനം ബെല്ലടിക്കുമ്പോൾ കുട്ടികളൊക്കെ അല്ലേ ലാസ്റ്റ് ബെല്ലിന് ഇറങ്ങിപ്പോരും. അവർക്കറിയാം ഇത്ര മണിക്ക് ബെല്ലടിക്കുമെന്ന്. പക്ഷെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, നമ്മളൊക്കെ ഇവിടെ വന്നു, ഈ സംസാരം കേൾക്കുന്നു, ഇത് കഴിഞ്ഞ് പോകണം, നാളെ പല പരിപാടികളും ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ തിരക്കുകൾക്കും ഈ ഓട്ടങ്ങൾക്കുമൊക്കെ ഇടയിൽ
എപ്പോഴാണ് നമ്മുടെ ആ ലാസ്റ്റ് ബെൽ എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് കാര്യമായ ഒരു ശ്രദ്ധ വേണം. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു മരണവാർത്ത, ഒരു കുട്ടിയുടെ മരണവാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഏറെ സങ്കടകരമായിരുന്നു. ഹനീൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ്റെ ദീനീ പ്രബോധന പ്രവർത്തന മേഖലയിൽ കാലങ്ങളായി സജീവമായുള്ള അദ്ദേഹത്തിൻ്റെ മോൻ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഒന്ന് താഴേക്ക് ബോധരഹിതനായി വീഴുന്നത്. ആ വീഴ്ച 2-3 ആഴ്ചകൾ നീണ്ടു. ഇന്നലെയോ മിനിഞ്ഞാന്നോ ആയി ആ കുട്ടി മരണപ്പെട്ടു എന്ന വാർത്തയാണ്. ആ കുട്ടിയുടെ ചുറുചുറുക്കും ഉത്സാഹവും മികവുകളും ആ കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റുമൊക്കെ ഓരോരോ അനുഭവങ്ങളായി പലരും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലുപരി ആ മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാൻ, ഏതൊരു മക്കളും അവരുടെ ആ ചെറുപ്പവും അതേപോലെ ആ കുസൃതിയുമൊക്കെ നിറഞ്ഞ സമയത്ത് റബ്ബ് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു സമയമാണ്. നാളെ പരലോകത്ത് നമുക്കത് ഏറ്റവും പ്രതിഫലാർഹമാണെങ്കിൽ തന്നെയും ഇവിടെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വേദനയായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് അപാരമായ ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ കടന്നു വരുമ്പോൾ അവിടെയും ക്ഷമിക്കാനുള്ള കരുത്തും ത്രാണിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം അവസ്ഥകളുണ്ടല്ലോ, ഇതിനെ നമ്മൾ മുന്നിൽ കാണണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മരണമെന്ന് പറഞ്ഞാൽ അതൊരു പ്രായം കഴിഞ്ഞ് കട്ടിൽ കിടന്ന് സ്വസ്ഥമായി കുടുംബക്കാരെല്ലാം അടുത്ത് വന്നിരുന്നിട്ട് എല്ലാവരെയും കണ്ട് അങ്ങനെയുള്ള മരണങ്ങളൊക്കെ കുറേ കുറവാണ്. അസ്വാഭാവികമായ ആകസ്മികമായ മരണങ്ങളല്ലേ കൂടുതൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നമ്മൾ പലതും കാണുന്നുണ്ടാകും, ഇന്നടത്ത് വെച്ച് ഇന്ന രൂപത്തിൽ എന്നൊക്കെ കാണുന്നുണ്ടാകും. പക്ഷേ എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാന സെക്കൻഡുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നറിയില്ല. റബ്ബ് വെച്ച ഒരു ടൈം, റബ്ബ് വെച്ച ഒരു സ്ഥലം, അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും മാറില്ല. ആ സ്ഥലത്ത് വെച്ച് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ വരും. അവർ നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് പോകും. ആ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അല്ലാഹു പറയുന്നുണ്ടല്ലോ, റബ്ബിന് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നല്ല ആളുകളുടെ ആത്മാക്കൾ മലക്കുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും സന്തോഷത്തോടുകൂടി ആ റൂഹിനെ ഏറ്റെടുത്ത് റബ്ബിലേക്ക് പോകുന്ന രംഗം ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അങ്ങനെയുള്ള ഒരു യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു കവി പാടുന്നുണ്ട്, ദക്കാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. ദക്കാത്തു കൽബിൽ മറി, ഓരോ മനുഷ്യൻ്റെയും ഹൃദയമിടിപ്പുകൾ അവനോടിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഖായിലത്തുല്ലഹു, അവനോട് പറയുകയാണ് എന്താണ്, ഇന്നൽ ഹയാത ദഖായികും വസവാനി. തീർച്ചയായും ജീവിതം എന്ന് പറയുന്നത് മാസങ്ങളും വർഷങ്ങളും ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതെത്രയാ? സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് പേടിച്ചിരിക്കണോ? വേണ്ട. ഒരുപാട് കാലം ഇവിടെ ജീവിക്കേണ്ടവനാണെന്നുള്ള ബോധത്തോടു കൂടി നീ ദുനിയാവിൽ ജീവിച്ചോ. നാളെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണെന്നുള്ള ബോധത്തോടു കൂടി പരലോകത്തിനു വേണ്ടിയും നീ ജീവിച്ചോ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ആ ബോധം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് കൂടുതൽ വിധേയപ്പെട്ടും നമ്മുടെ ഓരോ ദിവസങ്ങളും ബോധപൂർവം ശ്രദ്ധാപൂർവം കടന്നു പോവുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ, നബിയെ ആളുകളോട് പറഞ്ഞു കൊടുക്ക്. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ നബിയെ അങ്ങ് പറയേ, ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരവും വനുസുക്കി എൻ്റെ ബലികർമ്മങ്ങളും
തീർന്നില്ല, വ മഹ്യായ എൻ്റെ ജീവിതമഖിലവും, വ മമാതി എൻ്റെ മരണനിമിഷങ്ങൾ വരെ, അന്ത്യനിമിഷങ്ങൾ വരെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ റബ്ബിന് വിധേയപ്പെട്ടായിരിക്കും, എൻ്റെ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കും എന്ന് പറയാനാണ്. അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു നിമിഷം പോലും കടന്നു പോകാൻ പാടില്ല എന്ന്. നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈമാൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോഴേ നമ്മളൊരു തെറ്റ് ചെയ്യുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനുള്ള ഒരവസ്ഥയിൽ ഒരാൾ വ്യഭിചരിക്കൂല. ആ ഈമാൻ പോകുമ്പോഴേ അവൻ എന്ത് ചെയ്യുള്ളൂ? വ്യഭിചരിക്കുള്ളൂ. ഈമാനുള്ള അവസ്ഥയിൽ ഒരാൾ മോഷണം നടത്തൂല. ആ ഈമാൻ അവൻ്റെ കൽബെന്ന് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക? അവൻ മോഷണം നടത്തുക. ഏതൊരു തെറ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ തെറ്റ് സംഭവിച്ചാൽ ഉടനെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റണം. അപ്പോൾ ആ ഈമാൻ തിരിച്ചു വരും. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നല്ലേ, തെറ്റ് ചെയ്യാത്ത ഒരാളില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ആ തെറ്റുകൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് കൃത്യമായ തീരുമാനത്തോടെയും ബോധപൂർവമായ ഒരുക്കത്തോടു കൂടിയുമായിരിക്കണം. ഒരുക്കമില്ലാതെ നമ്മളെ ഈ ദുനിയാവിലെ ഒരു കാര്യവും ഭംഗിയാവില്ല, ഒരു കാര്യവും ഭംഗിയാവില്ല. ഇപ്പോൾ ഈവൻ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രോഗ്രാം തന്നെ നിങ്ങൾ നോക്ക്. ഞാനിവിടെ വന്ന് നിങ്ങളോട് ഈ സമയത്ത് സംസാരിക്കുകയാണ്. എനിക്ക് വിളി വന്നിട്ടുണ്ട്, ഇന്ന സമയത്ത് എത്തണം, ഇന്ന വിഷയം സംസാരിക്കണം, ഞാനതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു അല്ലേ. ഇവിടെ ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഇവിടെ ചെയറുകൾ എത്തിച്ചിട്ടുണ്ട്, ഈ ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട്, ആളുകൾ നേരത്തെ ഇവിടെ എത്തുമെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടു കൂടി ഈ പരിപാടി ഇവിടെ നടന്നപ്പോഴാണ് ഈ പ്രോഗ്രാം ഇവിടെ ഭംഗിയാകുന്നത്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, നമ്മുടെ കർമ്മങ്ങളും, നമ്മുടെ അമലുകളും എല്ലാം ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സുന്നത്തുണ്ട്. ആ സുന്നത്തിനെതിരാണ് നമ്മുടെ പ്രവാസികളുടെ സുന്നത്ത് എന്ന് പറയുന്നത്. എന്താ? വൈകി ഉറങ്ങുക, വൈകി എഴുന്നേൽക്കുക. ഇതാണ് പൊതുവെ പ്രവാസികളുടെ സുന്നത്ത്. നമുക്കിവിടെ ഈ ഗൾഫ് ലോകത്തെന്ന് പറഞ്ഞാൽ ഒരു 12 മണി എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ സമയമാണ് അല്ലേ. ഇത് നബീൻ്റെ സുന്നത്തിനെതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്നൗമുൽ മുബക്കിറു വൽ ഇസ്തിഖാലുൽ മുബക്കിർ എന്ന. നേരത്തെ ഉറങ്ങുക, ഇശ കഴിഞ്ഞിട്ട് വെറുതെ വർത്താനം പറഞ്ഞിരിക്കാതിരിക്കുക, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാളെ പറ്റി പറയുകയുണ്ടായി. ദുക്കിറ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ. ഒരാളെ പറ്റി പറയുകയാണ്. എന്താ അയാളുടെ പ്രത്യേകത? നാമ ഹത്ത അസ്ബഹ. അയാൾ നേരം വെളുക്കും വരെ കിടന്നുറങ്ങും, രാത്രി മുഴുവൻ ഭയങ്കര ഉറക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക റജുലൻ, ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബാല ശൈത്വാനു ഫീ ഉദനൈഹി. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുല്ലാഹി ഇവർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അവൻ്റെ 2 ചെവിയിലും പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ കിടന്നുറങ്ങുന്നത്. രാത്രി മുഴുവൻ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അവന് തഹജ്ജുദില്ല, അവന് സുബഹിയില്ല, ഇതൊന്നും നമസ്കരിക്കാതെ അങ്ങനെ കിടന്നുറങ്ങുന്ന ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഒരു മനുഷ്യനെ പറ്റി പ്രവാചകൻ പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കേണ്ടത് സുബഹി കൊണ്ടല്ല. ശരിക്കും മനസ്സിൽ നമ്മളെ കൽബിൽ ഈമാൻ കയറിയിട്ടുണ്ടെങ്കിൽ, ശരിക്ക് നമ്മുടെ മനസ്സിൽ തക്കുവ ശരിക്കും നമ്മളെ മനസ്സിലാവും. ലഅല്ലക്കും തത്തക്കൂൻ എന്നൊക്കെ പറയുന്നില്ലേ? നോമ്പ് തക്കുവയ്ക്കാണ്, പലതും തക്കുവയ്ക്കാണ്. ആ തക്കുവ നമ്മുടെ മനസ്സിലേക്കായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം ആരംഭിക്കേണ്ടത് സുബഹി കൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാ? തഹജ്ജുദ് കൊണ്ടാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കേണ്ടത്. ഒരു തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റുക, എന്നിട്ട് നമ്മളെ രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് നമ്മളൊരു ദിവസം ആരംഭിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആഗ്രഹിച്ചിട്ടും ആ ഒരു ഭാഗ്യം കിട്ടാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാൾ ഉറങ്ങിപ്പോയാൽ അവൻ ആ ദിവസം എന്തോ കാര്യമായ ഒന്ന് നഷ്ടപ്പെട്ട പോലെ ആയിരിക്കും. അതൊന്ന് തുടങ്ങി നോക്കൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഗുണം പറഞ്ഞപ്പോൾ അവരുടെ രാത്രി സമയങ്ങളെ അള്ളാഹു പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹ് പറയണ എനിക്ക് ഇന്ന ആളുകളെ ഇഷ്ടമാണ്. അതിൽ അവരുടെ ഒരു സിഫത്തായി അള്ളാഹു പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. നമ്മൾക്കെല്ലാം പരിചയമുള്ള ഒരായത്താണത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സുജൂദുകളും ഖിയാമുകളുമായി രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്. ഇതൊരായത്ത്. വേറൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, സൂറത്ത് ദാരിയാത്തിലെ 18-ാം വചനം, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സഹറിൻ്റെ വേളയിൽ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാ. അതേതാ സഹറിൻ്റെ സമയം എന്ന് പറഞ്ഞത്? ഏതാ? നമ്മൾ നോമ്പ് കാലത്ത് നോമ്പെടുക്കുമ്പോൾ അല്ലേ, ആ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് അത്താഴ സമയം. അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുന്ന, തേടുന്നവർക്ക് റബ്ബ് ഉത്തരം ചെയ്യാൻ കാത്തിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സമയം. ആ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ ആരോഗ്യത്തിന് പറ്റുന്ന രൂപത്തിൽ, നമുക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ നിസ്കരിക്കുക. അതൊരു 3 റക്അത്തെങ്കിൽ 3, ഒരു 5എങ്കിൽ 5, നമുക്ക് പറ്റുന്ന രൂപത്തിൽ. അത് തോന്നുന്ന പോലെ ആകരുത്. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹ്ക്ക് ഇഷ്ടം എന്താ? തുടങ്ങിയിട്ട് നിർത്തരുത്. നിങ്ങൾ തഹജ്ജുദ് തുടങ്ങിയിട്ട് അത് ഒഴിവാക്കിയവരെ പോലെ നിങ്ങളാകരുത്. അത് വല്ലാത്തൊരു ഭാഗ്യക്കേടാണ്. അത് തുടരണം. അള്ളാഹ്ക്ക് ഇഷ്ടം എന്താ? പതിവായി ചെയ്യുന്ന ഐശ്ചിക കർമ്മങ്ങളാണ് റബ്ബിന് ഇഷ്ടം എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ തുടങ്ങാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹിൻ്റെ റഹ്മത്ത് വർഷിക്കുന്ന ചില ഭാര്യാഭർത്താക്കന്മാരുണ്ട്. ഭാര്യ എഴുന്നേറ്റാൽ എന്ത് ചെയ്യും? ഭർത്താവ് കിടക്കുകയാണെങ്കിൽ ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. ഭർത്താവ് എഴുന്നേറ്റാൽ ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ ഭാര്യയെ തട്ടി വിളിച്ചിട്ട് പറയും, നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാമെന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കാരുണ്യം ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ആളുകളായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാഗ്യം നൽകുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ളയെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല മനുഷ്യനാണ്, നല്ലൊരു സഹാബിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പോരായ്മ ഉണ്ടായിരുന്നു, അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കില്ലായിരുന്നു. അപ്പോൾ നബി പറയാണ്, നിഅമർ റജുലു അബ്ദുള്ള ലൗ കാന യുസല്ലി മിനൽ ലൈൽ. എത്ര അനുഗ്രഹീതനായ നല്ലൊരു മനുഷ്യനാണ് അബ്ദുള്ള, ആ തഹജ്ജുദ് കൂടി ഒന്ന് നമസ്കരിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ എന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇബ്നു ഉമറിൻ്റെ മകൻ സാലിം റഹ്മഹുല്ല പറയുന്നത് എന്താണെന്നറിയോ? ഫകാന അബ്ദുല്ലാഹി ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലൻ. തഹജ്ജുദ് ഒഴിവാക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉറക്കം കുറവും നിസ്കാരം കൂടുതലുമായിരുന്നു എന്നുള്ളതാണ്. സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന റജുല ലയുസല്ലി ബിൽ ലൈലി. ഒരു മനുഷ്യൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഫയജ്അലുല്ലാഹു ഫീ വജ്ഹിഹി നൂറ. അപ്പോൾ അള്ളാഹു അവൻ്റെ മുഖത്ത് ഒരു പ്രത്യേകമായ ചൈതന്യം ഇട്ടുകൊടുക്കും എന്നുള്ളതാണ്. എന്നിട്ടോ യുഹിബ്ബുഹു അലൈഹി കുല്ലു മുസ്ലിം. എല്ലാ മുസ്ലിങ്ങളായവരും അവനെ പ്രത്യേകമായി ഇഷ്ടപ്പെടും. ഏതുവരെ എന്ന് വെച്ചാൽ ഫയറാഹു മല്ലം യറഹു ഖത്തു. ഒരു മനുഷ്യൻ അവനെ കണ്ടിട്ടില്ല, പരിചയമില്ല, എന്നാൽ പോലും ആ മനുഷ്യൻ പറയും, ഇന്നി ലഉഹിബ്ബു ഹാദർ റജുൽ. എനിക്ക് ഈ മനുഷ്യൻ എന്താണെന്നറിയില്ല, വല്ലാത്തൊരിഷ്ടം ഈ മനുഷ്യനോട് തോന്നുന്നു എന്ന് പറയും. അതിൻ്റെ കാരണം എന്താ? തഹജ്ജുദാണ് എന്ന് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് ഒരല്പസമയം എടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഒരുപാട് ഈ സദസ്സിലുണ്ടാവും. പക്ഷേ നിസ്കരിക്കാത്തവരും ഇതുവരെ തുടങ്ങാത്തവരുണ്ടാവും. അവർക്ക് ഇനി അത് തുടങ്ങാൻ ഒരു വൈകലുണ്ടാവരുതെന്നുള്ള നിലയ്ക്കാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, പിന്നെ നബി ആ നമസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ പള്ളിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം, ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇത് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഖുർആൻ ഓതി നിസ്കരിക്കുന്ന ശബ്ദം കേട്ടിട്ട് റസൂൽ ചോദിച്ചു, ഫഖാല യാ ആയിഷ ആയിഷ അസൗതു അബ്ബാദൻ ഹാദാ.
അബ്ബാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദമാണോ ആ കേൾക്കുന്നത്? ഖുർആൻ ഓതി ഇങ്ങനെ കേൾക്കുന്നത് അബ്ബാദിൻ്റെ ശബ്ദമാണോ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതേ നബിയെ. ഫഖാല അല്ലാഹുമ്മ അർഹം അബ്ബാദ, അല്ലാഹുവേ അബ്ബാദിന് നീ കാരുണ്യം ചൊരിയണമേ, അബ്ബാദിന് നീ റഹ്മത്ത് ചൊരിയണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്വഹാബികൾ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നബി ആ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കർമ്മം കൊണ്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ, അല്ലേ? അങ്ങനെ നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന നമ്മൾ നടത്തും, അല്ലേ? എന്താ പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? അല്ലാഹുവേ, ഉറക്കത്തിന് ശേഷം എന്നെ ഉണർത്തിയ നിനക്കാണ് ഹംദ്. അങ്ങനാണോ? അങ്ങനല്ല, പിന്നെന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. അല്ലാഹുവേ, മരണത്തിന് ശേഷം എനിക്ക് ജീവിതം നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി എന്നതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അർത്ഥം മരണത്തിന് ശേഷം എന്ന് പറഞ്ഞത് എന്താ നമുക്കറിയാമല്ലോ. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട വാർഡൻ അബ്ദുൽ അസീസ് സ്വലാഹി എന്ന് പറയും, ഒരു റമദാനിലാണ്. അദ്ദേഹം ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. പഠിപ്പിക്കുക മാത്രമല്ല, കൂടെ നമ്മൾ കളിക്കുമ്പോൾ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് വരും, എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു റമദാനിൽ ഇതേപോലെ ഒരു വാർത്ത വന്നു, അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞു. എങ്ങനെ വാർത്ത എന്നറിയാം? അതായത് തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ച് തറാവീഹൊക്കെ നമസ്കരിച്ച് വന്ന് കിടന്നു. ഭാര്യയും അദ്ദേഹവും ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങി. അത്താഴ നേരം ആയപ്പോഴത്തേക്കും ഭാര്യ ഭക്ഷണം എല്ലാം ഒരുക്കി വെച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചു, ബാ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കുമ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞു. ആ ഉറക്കത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞു. അടുത്ത് കിടന്ന ഭാര്യയ്ക്ക് പോലും ഒരു ചെറിയ ശബ്ദം പോലും കേൾക്കാനായില്ല. ആലോചിച്ച് നോക്കിയേ. അപ്പം റബ്ബ് നമുക്ക് ഓരോ ദിവസം എന്താണ് നമുക്ക് സമ്മാനമായി, റബ്ബിൻ്റെ ഔദാര്യമായി അവൻ സമയം തരികയാണ്. ഓരോ ദിവസവും അള്ളാഹു നമുക്ക് നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ അത് എത്ര ശ്രദ്ധയോടുകൂടി നമ്മളത് വിനിയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൽ പറഞ്ഞു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരുടെ റൂഹ് എന്ത് ചെയ്യുന്നു? അവൻ പിടിച്ചെടുക്കുന്നു. ആ ഉറക്കത്തിൽ അള്ളാഹ് തിരിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചവരുടെ തിരിച്ചു കൊടുക്കൂല. അള്ളാഹു കൊടുക്കണം എന്ന് വിചാരിച്ചവരുടെ അള്ളാഹു എന്ത് ചെയ്യുന്നു? തിരിച്ചു നൽകുകയും ചെയ്യുന്നു. ആ മരണമെന്ന ഉറക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചൊല്ലുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന അറിഞ്ഞു ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, സുബഹി നമസ്കാരത്തിലേക്ക്, അല്ലേ, തഹജ്ജുദ് കഴിഞ്ഞാൽ സുബഹിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ട് സുബഹി നമസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാം നമസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് കേവലം യാന്ത്രികമാണ് എങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. അള്ളാഹിൻ്റെ പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ട് തിരിച്ചു വരുന്ന ചില ആളുകളെ പറ്റി നബി പറഞ്ഞു, അവർക്കുള്ള കൂലി 0 ആണ്, ഒന്നും കിട്ടൂല. അപ്പം എന്താ കാരണം? തഖ്വയ്ക്കും ഇഖ്ലാസിനും അനുസരിച്ചാണ് നമുക്കത് കിട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, മ്ലേച്ഛതകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന, ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ ചൈതന്യം പ്രത്യേകമായി ലഭിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണത് നമസ്കാരം എന്ന് പറയുന്നത്. ആ 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബഹി എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം. അത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൂലി എന്താ പറയാമെങ്കിൽ? അത് ജമാഅത്തായി നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? ഒരു ഹദീസ് ഉണ്ടല്ലോ, എന്താണ്? ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ
അവന് അർദ്ധരാത്രി വരെ നിസ്കരിച്ചതിൻ്റെ കൂലി. ഒരാൾ ഇശയും അതേപോലെ തന്നെ സുബഹിയും ജമാഅത്തായി നമസ്കരിച്ചാൽ അവന് ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന ഒമൻ സ്വല്ലൽ ഇശാ വൽ ഫജ്റ ഫീ ജമാഅത്തിൻ കാന ലഹു കഖിയാമിൽ ലൈലത്തിൻ, ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം കിട്ടുന്നുള്ള ആ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ അവ്വല് വക്തിൽ ഒരു പെണ്ണ്, ഒരു സ്ത്രീ നമസ്കരിക്കുകയാണെങ്കിൽ അവൾ ആ ഒരു നീയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നീയത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൾക്കും ആ ഒരു പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറ്റൊരു വചനം ഇതാണ്: മൻ സ്വല്ലൽ ഫജ്റ ഫീ ദിമ്മത്തി ഫീ ഫഹുവ ഫീ ദിമ്മത്തില്ല. ഒരാൾ സുബഹി നമസ്കരിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് അവൻ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈവൻ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ ജമാഅത്ത് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലരതങ്ങ് ഒഴിവാക്കും. നബി ഫർള് കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യും? അത് ഒഴിവാക്കൂല. എന്തേ കാരണം? ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണത് എന്നാണ് പറഞ്ഞത്. അത് പെട്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ടൗണിലൊരു 5 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് നമുക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാട്. ഈ ലോകം മുഴുവൻ, ഈ ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമാണ് ആ 2 റക്അത്തെന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഫലങ്ങൾ, അതേപോലെ ഒരു നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരു പാപം പൊറുക്കപ്പെടുന്നു, ഒരു അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ ഒരു ദറജ ഉയർത്തപ്പെടുന്നു. അതേപോലെ അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പ്രവാചക വചനമുണ്ട്. അതെന്താണെന്നറിയാമോ? കാരണം നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ നീയത്തിനനുസരിച്ചാണ് ആ കർമ്മത്തിൻ്റെ പ്രതിഫലം കൂടുന്നത്. നീയത്താണ് ഏതൊരു ചെറിയ കർമ്മത്തെയും മഹത്തരമാക്കുന്നത്. ഒരുപക്ഷെ വലിയ കർമ്മം ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ നീയത്ത് ചെറുതാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം കുറയും. അപ്പോൾ നമ്മൾ 5 നേരവും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി പറയാണ്, മൻ ഖറജ മിൻ ബൈത്തിഹി, ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്, മുത്തത്വഹിറൻ, എങ്ങനെ പോകുന്നത്? ഒന്നും ഇല്ലാണ്ടല്ല, ഉദു എടുത്തിട്ടാണ് പോകുന്നത്. ഉദു എടുത്തിട്ട് പോവാൻ ഇലാ സ്വലാത്തിൽ മക്തൂബ, ഫർള് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി. അങ്ങനെ ഒരാൾ പോകുമ്പോൾ ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം, ഒരാൾ ഇപ്പം നമ്മൾ ഇവിടെ ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയപ്പം എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരാൾ ഹജ്ജിന് മക്കത്തെത്തിയിട്ട് ഇഹ്റാം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ഹജ്ജിനൊരുങ്ങിയിട്ട്, ആ ഒരു പ്രതിഫലമാണ് വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് നമസ്കാരം ലക്ഷ്യം വെച്ച് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതെന്നാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരണം. ആ നീയത്തിൽ പോകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രതിഫലങ്ങൾ തീർച്ചയായും നമുക്ക് നൽകുന്നത്. അല്ലാഹു ആ മഹത്തായ പ്രതിഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ സുബഹി കഴിഞ്ഞാൽ, പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞാൽ, സ്ത്രീകളാണെങ്കിൽ അവരും വീട്ടിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ചിലപ്പം എഴുന്നേറ്റ് പോകും മുസല്ലേന്ന്. നമ്മളാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു തിരക്കും ഇല്ലെങ്കിൽ നമ്മളങ്ങോട്ട് എഴുന്നേറ്റ് പോകും. സുബഹി കഴിഞ്ഞാൽ നമുക്കറിയാം അദ്കാറുകളുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ നമ്മൾ ഓതാൻ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏത് സമയമാണ്? ഈ സുബഹി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? വിശുദ്ധ ഖുർആൻ പറയുന്നു, അഖിമിസ്സലാത്ത ലിദുലൂകിശ്ശംസി ഇലാ വസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. തീർച്ചയായും ഖുർആൻ പ്രഭാത സമയത്തെ, പ്രഭാത നേരത്തിലെ ഖുർആൻ പാരായണം മലക്കുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ആ സുബഹി നമസ്കാരത്തിലെയും അതിനുശേഷവുമുള്ള ഖിറാത്തുണ്ടല്ലോ, മലക്കുകൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. മലക്കുകളുടെ പ്രത്യേകമായ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു സമയമാണ് സുബഹി നേരത്തുള്ള ഖുർആൻ പാരായണം. അതാണ് നേരത്തെ നമ്മൾ രാവിലെ തന്നെ ഖുർആൻ ഓതണം എന്ന് പറയുന്നത്. അത് ഞാൻ ഇന്നൊരു കണക്ക് നോക്കി, ഒരു 15 മിനിറ്റ് നമ്മൾ
ഖുർആൻ ഓതുകയാണെങ്കിൽ നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റും ഖുർആനിൽ? ഒരു 15 മിനിറ്റ് നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ എത്ര പറ്റും? നിങ്ങൾ പറ, ഓതുന്നവരല്ലേ. ഒരു 15 മിനിറ്റ് ഓതുകയാണെങ്കിൽ ഒരു അര ജ്യൂസ്, ഒരു ജ്യൂസ് ഞാൻ ചോദിച്ചത്, ഒരു അര ജ്യൂസ്, ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ശരാശരി ഒരു ജ്യൂസ് നമുക്ക് പോയി തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ എടുത്താൽ, ഞാൻ പറഞ്ഞത് പ്ലാൻ വേണം. ഇല്ലാതെ നമ്മളിങ്ങനെ തീരുമാനിക്കണം എനിക്കൊന്നും ഖുർആൻ ഓതണം, നമ്മൾ ഓതൂല. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ തീരുമാനിക്കുക. ഒരു 15 മിനിറ്റ് നമ്മൾ നിശ്ചയിച്ചു എന്ന് വെക്കുക, നമുക്കൊരു അര ജ്യൂസ് ഓതാം. ഒരു പേജിൽ ഏകദേശം ഒരു 15 വരിയാണ് ശരാശരി വരുന്നത്. ഒരു വരിയിൽ 35 മുതൽ 45 വരെ ഹർഫുകൾ വരുന്നുണ്ടെന്നാണ്. ഒരു പേജിൽ 500 മുതൽ 700 വരെ ഹർഫുകൾ വരുന്നുണ്ട്. ഒരു ശരാശരി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 600 അക്ഷരങ്ങൾ ഒരു പേജിൽ വരുന്നുണ്ട്. ഒരു ഹർഫ് നമ്മൾ ഓതിയാൽ എത്ര കൂലിയാ? എത്ര? 10 ആണ്. 10 മുതൽ അങ്ങോട്ടാണ്. ഒരു പേജ്, ഒരു പുറം 5 പേപ്പർ, അതിൻ്റെ ഒരു പുറം നമ്മൾ ഓതുമ്പോൾ അതിലേതാണ്ട് 6000 അക്ഷരങ്ങൾ വരുന്നുണ്ട്. 6000 ഇൻറ്റു ഏറ്റവും ചുരുങ്ങിയത് 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര വന്നു? 60,000 വന്നു. ഒരു പേജ് ഓതുമ്പോഴാണ് 60,000 നന്മകളാണ് ശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു പുറം ഓതുമ്പോൾ കിട്ടുക. അപ്പോൾ ഒരു 5 പേജ് ഓതിയാൽ എത്ര കിട്ടുന്നത്? ലക്ഷത്തിന് മീതെ നന്മകൾ കേവലം ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ നേടുകയാണ്. അത് ശരിക്ക് ബുദ്ധിയും വിവരവും ബോധമുള്ളവരാണെങ്കിൽ ആ ഒരു സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് നമ്മൾ നിയ്യത്താക്കുക. 5 മിനിറ്റെങ്കിൽ അത് മതി, 10 എങ്കിൽ 10, 15 എങ്കിൽ 15. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ മദീന പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ 2 സ്ഥലമുണ്ട്, ഒന്ന് ബുദ്ഹാൻ, മറ്റൊന്ന് അത്തീക്ക്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി 2 ഒട്ടകങ്ങളെയായിട്ട് വരുന്നത്, ഫ്രീ ആയിട്ട് ഒട്ടകം കിട്ടുകയാണ് അവിടെ പോയാൽ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒട്ടകം കിട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇഷ്ടമാണല്ലോ. ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു വിലയാണ്. അവിടെ പോയി 2 ഒട്ടകത്തെ ഫ്രീ ആയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നന്മകൾ പറഞ്ഞു കൊടുക്കുമ്പം ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുകയാണ്, കാല അഫലാ യഗ്ദു അഹദുക്കും അഹദുക്കും മിലൽ മസ്ജിദി ഫയതഅല്ലമു ഔ യഖറഉ ആയത്തൈനി മിൻ കിതാബില്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യുക? രാവിലെ പള്ളി പോവുക. പള്ളി പോയിട്ട് നിസ്കാരം കേട്ട് 2 ആയത്ത് പഠിക്കുക. അതിൻ്റെ അർത്ഥം വേണ്ട, ഒരു 2 ആയത്ത് നിങ്ങൾ ഓതുക എങ്കിൽ ഖൈറുൽ ലഹു മിൻ നാഖതൈൻ, 2 ഒട്ടകത്തെ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നതിനേക്കാൾ കൂലി 2 ആയത്ത് ഓതിയാൽ കിട്ടും. നബി നിർത്തിയില്ല, വീണ്ടും പറഞ്ഞു വസലാസുൻ ഖൈറുൽ ലഹു മിൻ സലാസ്, 3 ആയത്ത് ഓതിയാൽ 3 ഒട്ടകത്തിൻ്റെ കൂലി. വ അർബഉൻ ഖൈറുൽ ലഹു മിൻ അർബ, 4 ആയത്ത് ഓതിയാൽ 4 ഒട്ടകത്തിൻ്റെ പ്രതിഫലം. നബി പിന്നെയും പറഞ്ഞു എണ്ണം എത്ര കൂടുന്നോ അത്രയേറെ പ്രതിഫലം എന്ന്. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. അള്ളാഹിൻ്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഒരു പെണ്ണിന് കഴിയില്ലെങ്കിൽ ആ പെണ്ണ് വീട്ടിലിരുന്ന് ഈ നിയ്യത്തോടു കൂടി ഓതുകയാണെങ്കിൽ തീർച്ചയായും റഹ്മാനായ റബ്ബ് അവൾക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. പ്രഭാത പ്രദോഷ ദിക്റുകൾ, അദ്കാർ സബാഹ് വൽ മസാ, മുമ്പൊക്കെ ആരും അത് ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴായിട്ട് ആളുകൾ കുറേ കൂടി ശ്രദ്ധിക്കലും അതൊന്ന് ചൊല്ലലൊക്കെ ഉണ്ട്. നമ്മൾ ഈ രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലുന്ന അദ്കാർ നമുക്ക് ചൊല്ലാൻ ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും? ഫോൺ എടുത്ത് നോക്കിയാൽ ആ ഫോണിൽ ആപ്പിലുണ്ട്, ഇഷ്ടം പോലെ PDF ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓതാൻ പറ്റുമല്ലോ. നമ്മൾ ഓതുമ്പോൾ ഏകദേശം എത്ര സമയം വരുന്നുണ്ട്? അത്ര വരുന്നുണ്ടോ? ഒരു 10 മിനിറ്റ് അല്ലേ? നമ്മൾ സാധാരണ ഒരു 10 മിനിറ്റൊക്കെ വരുന്നുള്ളൂ. ശരിക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ ചോദ്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അദ്കാർ സബാഹ് വൽ മസായിൽ വരുന്നുണ്ട്. നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ ഉണ്ടാകരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തിൽ നിന്നെല്ലാം നമ്മൾ കാവൽ തേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം എന്തിൽ വരുന്നുണ്ട്? അദ്കാർ സബാഹ് വൽ മസായിൽ വരുന്നുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് ചൊല്ലാത്ത ആളുകൾ, ചൊല്ലി തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായും അതിന് സമയം കണ്ടെത്തി ചൊല്ലണം.
പ്രഭാതോദയം മുതൽ സുബഹി ബാങ്ക് കൊടുത്തത് മുതൽ സൂര്യോദയം വരെ ചൊല്ലാം. ഇനി ഒരാൾക്ക് എന്തെങ്കിലും തിരക്കുകൊണ്ട് മറന്നുപോയാലോ സൂര്യോദയം കഴിഞ്ഞ് ചൊല്ലാതിരിക്കണോ? ചൊല്ലാം. മഗ്‌രിബ് വരെ, അസ്ർ മുതൽ മഗ്‌രിബ് വരെയാണ് വൈകുന്നേരത്തെ സമയം. മഗ്‌രിബ് കഴിഞ്ഞിട്ട് എന്തോ തിരക്ക് കൊണ്ട് മറന്നുപോയത് കൊണ്ട് പറ്റിയില്ലേ, മഗ്‌രിബ് കഴിഞ്ഞിട്ടും നമുക്കത് ചൊല്ലാവുന്നതാണ്. അത് ഒഴിവാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എത്രയോ ഫളലുകളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നതെന്നറിയോ? മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നുണ്ട്, ഈ ദിക്റും വിശ്വാസിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്നറിയോ? ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ഒരു വാക്കിൽ കാണാം, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലൽ മാഇ ലിസ്സമക്. അതായത് മീനിന് വെള്ളം എത്ര കണ്ട് ആവശ്യമാണോ, മീനിന് വെള്ളം എത്ര കണ്ട് ആവശ്യമാണോ അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് ദിക്റെന്ന. വെള്ളമില്ലെങ്കിൽ മീനിന് ജീവിക്കാൻ പറ്റില്ല. അതുപോലെയാണ് വിശ്വാസിക്ക് ദിക്ർ എന്ന് മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്ത് നമുക്ക് ആയത്ത് ഇങ്ങനെ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീലാ. സൂറത്ത് അഹ്സാബിലെ 42-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിശ്വാസികളോട്, നിങ്ങൾ ദിക്ർ ചൊല്ലാന്നല്ല, ദിക്റുകൾ നിരന്തരം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. ദിക്റുകൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിനെ നിരന്തരം നിങ്ങൾ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ലോകത്തൊരു മനുഷ്യനും പെടാത്ത വലിയൊരു അപകടത്തിൽ പോയി പെട്ടില്ലേ? ഒരു തിമിംഗലം വിഴുങ്ങി. മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, ഉലമാക്കളൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദിക്റുകൾ കാരണമാണ് അള്ളാഹു ആ പ്രതിസന്ധിയിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയെന്നാണ് ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം. അതാണ്. മറ്റൊന്ന്, ആ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കില്ലേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അവിടെ അള്ളാഹുവിൻ്റെ തൗഹീദ് പറഞ്ഞു, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തു, അതുപോലെ തനിക്ക് വന്ന ആ വീഴ്ചയെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിക്റുകൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, പല ആളുകളും ഞാൻ പറഞ്ഞല്ലോ നഷ്ടപ്പെടുത്തി കളയുന്ന വലിയൊരു പുണ്യമുണ്ട്. കേവലം ഒരു 2-3 മിനിറ്റ് എടുത്താൽ നമുക്ക് നിറവേറ്റാവുന്ന ഒരു പുണ്യം അല്ലേ? എന്താ? ളുഹാ നമസ്കാരം. പലരും സംശയം ചോദിക്കാറുണ്ട്, ഈ നമ്മൾ സുബഹി നിസ്കരിച്ച് പള്ളിയിലാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നു, ഒരു പെണ്ണാണെങ്കിൽ ആ മുസല്ലയിൽ തന്നെ ഇരുന്നു, എന്നിട്ട് അവൾ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ഉണ്ടല്ലോ, എന്തായാലും പറയാം ഇഷ്റാഖ് അല്ലേ? ഇഷ്റാഖ് നമസ്കാരം, ഉദയത്തിൻ്റെ നമസ്കാരം എന്ന് പറയാം. ആ സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ നമസ്കാരം നിർവഹിക്കാം. ഇഷ്റാഖ് നമസ്കാരവും ളുഹാ നമസ്കാരവും രണ്ടാണോ? അല്ല. ളുഹാ നമസ്കാരത്തിൻ്റെ അവ്വൽ വഖത്താണേത്? ആ സമയം. അതുപോലെ തന്നെ അതിൻ്റെ അഫ്ളൽ വഖത്ത് വേറെയുണ്ട്. ഒന്ന് സൂര്യൻ ഒന്ന് വന്ന് ചൂടായിട്ട് ഈ ഒട്ടക കുട്ടികളുടെയൊക്കെ കാലിന് കുളമ്പുകൾക്ക് ചൂട് പിടിക്കുന്ന സമയം എന്നിട്ട് ഹദീസിലുണ്ട്. ആ സമയത്ത് ഒരു വിശാലമായ സമയമാണ്. ഏതാണ്ട് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ആ നമസ്കാരം നിർവഹിക്കാം. വലിയ വിശാലമായ സമയമാണ്. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഹദീസിൽ കാണാം, മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅ ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة تامة. 3 തവണ നബി പറഞ്ഞത്. 3 തവണ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം. ആ മുസല്ലയിൽ ഇരുന്ന് ഓതി ദിക്റുകൾ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം? എഴുന്നേറ്റ് 2 പറഞ്ഞോളൂ, അവിടെ വെറും 2 റക്അത്ത് 8-12 വരെ നമുക്ക് എന്ത് ചെയ്യാം? ളുഹാ നമസ്കരിക്കാം. അത് എത്ര നമുക്ക് പറ്റുകയെന്നനുസരിച്ച് അതനുസരിച്ച് നിസ്കരിക്കാം. 2 ആണെങ്കിൽ 2 മുതൽ 12 വരെ ആകാവുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ചില വസിയത്തുകൾ നൽകി. ഔസ്വാനി ഖലീലി ബി 3 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വസിയത്ത് ചെയ്തു. അതിൽ എൻ്റെ നബി എന്നോട് പറഞ്ഞ ഒരു വസിയത്ത് ഇതാണ്, അബൂ ഹുറൈറ നീ ഒഴിവാക്കരുത്, വറകഅത്തൈ ളുഹാ, ളുഹയുടെ 2 റക്അത്ത്.
2 റക്അത്തെങ്കിലും അത് നീ ഒഴിവാക്കരുതേ എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്ന നേരത്ത് നമ്മുടെ ശരീരത്തിലെ ഈ സന്ധികളുണ്ടല്ലോ, ജോയിൻറ്റുകളുണ്ടല്ലോ, ഓരോ ജോയിൻറ്റുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കണമെന്നാണ്. ഇപ്പോൾ സഹാബത്ത് പറഞ്ഞ നബി അതെങ്ങനെ പറ്റുക? വലിയ കാര്യമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ അതിന് പകരം സിമ്പിളായിട്ടൊരു കാര്യം, അതിന് പകരം വെറും 2 റക്അത്ത് ദുഹ നിങ്ങൾ നമസ്കരിച്ചാൽ മതി എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. ഇതൊക്കെ അതിൻ്റെ വലിയ പ്രതിഫലങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കാതിരിക്കുക. ഹദിയകളാണ് നമ്മൾ ചെയ്യുന്ന ഇത്തരം സുന്നത്തുകൾ. അള്ളാഹുവിന് ഹദിയകൾ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. നമ്മളെ കമ്പനിയിൽ നിന്ന് ശമ്പളം തരുന്നതിന് പകരം 1 ദിനാർ വരെയുള്ള ഒരു ഹദിയ നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് വലിയ സന്തോഷമാണ്. ഈ ഹദിയകൾ അള്ളാഹുവിന് ഭയങ്കര സന്തോഷമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തീർച്ചയായും ഇതെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പ്രഭാതം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും, അല്ലേ, ഒരു 8-9 മണി കഴിയുമ്പോഴേക്കും ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓരോ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉളു എടുക്കാറില്ലേ? ആ ഉളു എടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മുഖം കഴുകുമ്പോൾ ആ പാപങ്ങൾ പോവാൻ. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്തത്, അല്ലേ, ഓരോ അവയവങ്ങളും നമ്മൾ കഴുകുമ്പോൾ ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റുകൾ അല്ലാഹുവിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകാന്ന്. ഇല മരത്തുനിന്ന് ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ. ഏതുവരെ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതുവരെ? പിന്നെ തഖ്റുജു മിൻ തഹ്തി അളുഫാരിഹി, അവൻ്റെ നഖത്തിൻ്റെ ഉള്ളിലുള്ള പാപങ്ങൾ വരെ. അതിനപ്പുറം ഒരു ഉദാഹരണം പറയാനില്ല. അത്രയും പാപങ്ങൾ ഓരോ സമയവും വുളു എടുക്കുമ്പോൾ കൊഴിഞ്ഞു പോകാൻ. ഇനി എത്തൊക്കെ വേണം? മാത്രമല്ല, നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ മുഖവും നമ്മുടെ കൈകളും കാലുകളുമൊക്കെ തിളങ്ങുമെന്ന് നബി പറയുന്നുണ്ട്. എൻ്റെ ഉമ്മത്തിനെ ഞാനങ്ങനെ കണ്ടെത്തും. അതിൻ്റെ കാരണം പറഞ്ഞെന്താ? മിൻ അസരിൽ വുളു, വുളുവിൻ്റെ അടയാളം കാരണമായിട്ടാണെന്ന. വുളുവിൻ്റെ അടയാളം കാരണം നന്നായി വുളു എടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ വാത്തുകളുടെയൊക്കെ ഇടയിൽ നമ്മൾ മഈശത്ത് തേടി പോവല്ലോ, അല്ലേ? രാവിലെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം, കുട്ടികളെ നോക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇതൊക്കെ വെറും പണിയാണോ? ഒരു പെണ്ണ് അവളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൾക്ക് നിയ്യത്തുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന വലിയ കൂലിയാണ്. നമ്മൾ രാവിലെ ഡ്യൂട്ടി സമയം കണക്കാക്കി എഴുന്നേറ്റ് ജോലിക്ക് പോയി വരുമ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള മഈശത്ത് തേടിപ്പോവാണല്ലേ? മഈശത്ത് തേടിപ്പോവാൻ ചിലർ കാര്യമാണോ? കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, ഫുഡിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പൈസ ഉണ്ടല്ലോ, വെറുതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളലു ദീനാറൻ യുൻഫിഖുഹു റജുലു അലാ ഇയാലിഹി, നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന കർമ്മം എന്താ? ഏറ്റവും പ്രതിഫലം ചെലവഴിക്കുന്ന കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണെന്ന്. വേറൊരു ഹദീസിലുള്ള ഇതാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു ദിനാറ് കൊടുക്കുന്നു, വേറൊരാൾ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ദിനാറ് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിൻ്റെ ചെലവിൻ്റെ കാര്യത്തിൽ ഒരു ദിനാറ് നീ ചെലവഴിക്കുന്നുവെങ്കിൽ അഅ്ളമു അജ്റ, അതാണ് ഏറ്റവും കൂലിയുള്ളത് എന്ന്. ഇതൊക്കെ ഒന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ. നമ്മൾ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങളോട് പറയും, നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് അധ്വാനിക്കുന്നത്, എനിക്ക് വേണ്ടി, പക്ഷെ അമ്മക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയാം. അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ജോലിക്ക് പോകുന്നത്. ആ കിട്ടുന്ന വരുമാനമൊക്കെ ഹലാലാണ് എന്നൊന്ന് ഉറപ്പ് വരുത്തണം. അത് ഹറാമ് കൂടെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒന്നും കൂലി നമുക്ക് കിട്ടുകയില്ല. ഹലാലായ മാർഗത്തിലൂടെ തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടുമല്ലോ. ഒരുപാട് ആളുകളെ കണ്ടുമുട്ടും, സലാം പറയും, പുഞ്ചിരിക്കും, കൈകൊടുക്കും, അല്ലേ, പാവങ്ങളെ കാണുമ്പോൾ സഹായിക്കും. ഇതെല്ലാം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ അറിഞ്ഞു പോകണം നമ്മുടെ ഓരോ ദിവസവും. പക്ഷേ ഈ നന്മകൾക്കെല്ലാം ഇടയിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ഒരു സാധനം ഉണ്ട്. എന്താ? ഇത്രയെല്ലാം ചെയ്തുണ്ടാക്കിയിട്ടും അത് കൊണ്ടുപോയി കളയുന്നൊരു സംഭവമുണ്ട്. എന്താ? നമ്മുടെ നാവ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മഹാ അപകടമാണ്.
മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, സൊഫിയ റളിയല്ലാഹു അൻഹയെ പറ്റി അൽ കസീറ, ആ കുറിയവൾ എന്നൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് നബി എന്ത് പറഞ്ഞത്? ആയിഷ, ഈ വാക്ക് നീ കടലിൽ കൊണ്ടുപോയി കലർത്തിയാൽ ആ കടൽ പോലും വിഷമായി പോകും എന്ന ഒരു ചെറിയ വാക്കാണ്. അപ്പം അതുകൊണ്ട് ഗീബത്തും നമീമത്തും വരാതിരിക്കാൻ കാര്യമായി ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കൂലിയൊക്കെ പോകും പ്രിയമുള്ളവരെ. അങ്ങനെ ഇബാദത്തുകൾ ചെയ്ത് മഈശത്തിന് വേണ്ടി ഓടി നടന്ന് അവസാനം നമ്മൾ ബെഡിലേക്ക് പോകുന്ന സമയത്ത് വുദുവെടുത്ത്, അല്ലേ, ഫിത്രത്തിൽ ഉറങ്ങാൻ വേണ്ടി വുദുവെടുത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ സൂറത്തുകൾ ഓതും. മുൽക്കോതും, സൂറത്തുൽ കാഫിറൂൻ ഓതും, ഇഖ്ലാസ് ഓതും, ഫലക്കോതും, നാസോതും, ശരീരത്തിൽ ഊതിത്തടവും, ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. ആയത്തുൽ കുർസിയും ആമിന റസൂലും ഒക്കെ ഓതിയിട്ട് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ, അല്ലേ, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് എൻ്റെ ജീവിതവും മരണവും എന്ന് പറഞ്ഞ് നമ്മൾ ആ ബെഡിലേക്ക് കിടക്കുന്ന സമയത്ത് ഒന്നാലോചിക്കുക, എത്രമാത്രം ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ചു, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ, നന്മകൾ എത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു മുഹാസബത്തോടു കൂടി കിടന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് തൃപ്തികരമായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എത്രയേറെ ശ്രദ്ധിച്ചാലും വീഴ്ചകൾ വരും സഹോദരങ്ങളെ. അൽ ഈമാനു യൻകുസു വയസീദു, ഈമാൻ കുറയും, അത് കൂടുകയും ചെയ്യും. എപ്പോഴും കൂട്ടാനുള്ള പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. അതിനുള്ളതാണ് ഇത്തരം വേദികൾ, ഇതുപോലെയുള്ള വേദികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേടിയെടുത്ത ഇൽമുകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള ഒരു മരണം, ഒരു വിട പറയൽ അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ അന്ത്യനിമിഷങ്ങളെ അല്ലാഹു ഏറ്റവും മനോഹരമാക്കി തെരുമാറാവട്ടെ, ഏറ്റവും ധന്യമാക്കി തെരുമാറാവട്ടെ, ഈമാനികമാക്കി തെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സംസാരം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന നിയ്യത്തോടു കൂടി മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.